ഒരു വൻ പദ്ധതിക്ക് ഒരുങ്ങുകയാണ് അമേരിക്കൻ സൈന്യം. പരമ്പരാഗത വൻകിട പ്രതിരോധ കമ്പനികളെ ഒഴിവാക്കി ചെലവ് കുറഞ്ഞ യുദ്ധ ഡ്രോണുകളുടെ വൻ ശേഖരം നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് സൈന്യം ഇപ്പോൾ. ഏരിയൽ ലൈറ്റ് ഷോകളിലടക്കം പാരമ്പര്യമുള്ള ചെറുകിട കമ്പനികളെ ഇതിനായി ആശ്രയിക്കാനാണ് US നീക്കമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത്. യുക്രൈൻ പശ്ചിമേഷ്യൻ യുദ്ധങ്ങളിൽ ചെറിയ ഡ്രോണുകൾ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് കണക്കിലെടുത്താണ് ഈ പുത്തൻ നീക്കവുമായി എത്തുന്നത്. ഡ്രോൺ ശേഷി അതിവേഗം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡ്രോൺ ഡോമിനൻസ് എന്ന പേരിൽ 18 മാസം നീളുന്ന ഒരു മത്സരം പെന്റഗൺ ആരംഭിച്ചിട്ടുണ്ട്. 3 ലക്ഷം ഡ്രോണുകൾ നിർമ്മിക്കാൻ $1.1 ബില്യൺ കരാറാണിത്. അടുത്ത വർഷത്തെ പ്രതിരോധ ബജറ്റിൽ $54.6 ബില്യൺ ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഓരോ ഡ്രോണിനും ഏകദേശം $5,000, ഏകദേശം 4 ലക്ഷം രൂപ മാത്രമാണ് ചെലവ്. ഇവ യുദ്ധത്തിൽ നശിച്ചു പോയാലും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കില്ല എന്നതാണ് ഇവിടെ പ്രധാനമായ കാര്യം. ഡ്രോൺ റേസിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഇവയ്ക്ക് അതിവേഗത്തിൽ സഞ്ചരിക്കാനും ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താനും കഴിയും. മുൻ ഡ്രോൺ റേസിംഗ് ലോക ചാമ്പ്യൻ സോറൻ മൺട്രോ ആൻഡേഴ്സൺ സ്ഥാപിച്ച കാലിഫോർണിയൻ സ്റ്റാർട്ടപ്പായ നിറോസ്, യുക്രൈൻ ഡ്രോൺ നിർമ്മാതാക്കളുമായി സഹകരിക്കുന്ന ബ്രിട്ടീഷ് കമ്പനിയായ സ്കൈക്കട്ടർ എന്നിവയാണ് നിലവിൽ മത്സരത്തിൽ മുന്നിലുള്ളത്. ജോർജിയയിലെ ഫോർട്ട് ബെന്നിങ്ങിൽ നടന്ന ആദ്യ റൗണ്ട് മത്സരത്തിൽ 26 കമ്പനികളാണ് പങ്കെടുത്തത്. ഇതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൈക്കട്ടർ 2500-ലധികം ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള വലിയ ഓർഡർ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. വരും കാലങ്ങളിലെ യുദ്ധങ്ങൾ ഇത്തരം ചെലവ് കുറഞ്ഞ ഡ്രോൺ കൂട്ടങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നാണ് പെന്റഗൺ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഗാരേജുകളിലും ചെറിയ വർക്ക്ഷോപ്പുകളിലും തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ഡ്രോൺ പദ്ധതിയുടെ ഭാഗമാകാൻ മത്സരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം ഫൗണ്ടേഷൻ എന്ന അമേരിക്കൻ കമ്പനി വികസിപ്പിച്ച ഫാൻഡം എന്ന അത്യാധുനിക ഹ്യൂമനോയിഡ് റോബോട്ട് യുക്രൈനിൽ പരീക്ഷിച്ചു വരികയാണെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. യുദ്ധമേഖലകളിൽ നിരീക്ഷണം നടത്തുക, കനത്ത ആയുധങ്ങളും ഉപകരണങ്ങളും കടത്തുക, ലോജിസ്റ്റിക് പിന്തുണ നൽകുക എന്നിവയാണ് ഫാൻഡത്തിന്റെ പ്രധാന ചുമതലകൾ. US ഗവൺമെന്റിന്റെ പിന്തുണയോടെ യുക്രൈൻ ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചാണ് അതീവ അപകടകരമായ മേഖലയിൽ ഈ പരീക്ഷണം നടക്കുന്നത്. മനുഷ്യൻ ഉപയോഗിക്കുന്ന ഏത് ആയുധവും പ്രയോഗിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് ഫാൻഡം റോബോട്ടിനെ രൂപകൽപ്പന ചെയ്യുന്നത്. ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അന്തിമ തീരുമാനം മനുഷ്യന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും. എങ്കിലും അപകടകരമായ പല ദൗത്യങ്ങളും ഭാവിയിൽ ഇവ ഏറ്റെടുക്കുമെന്നാണ് വിവരം. US ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയുമായി $24 ദശലക്ഷം ഗവേഷണ കരാറുകൾ ഈ കമ്പനിക്കുണ്ട്. US മറൈൻ കോർപ്സിനായി കെട്ടിടങ്ങൾ തകർത്ത് ഉള്ളിൽ കടക്കാൻ സൈനികരെ സഹായിക്കുന്നതിനായി വാതിലുകളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനുള്ള പ്രത്യേക പരിശീലനവും ഫാൻഡത്തിന് ഉടൻ നൽകുമെന്നും റിപ്പോർട്ടുണ്ട്. അതേസമയം യുദ്ധത്തിനിടെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഗൾഫിലെ 20 അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നാശനഷ്ടം വന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തുവന്ന വീഡിയോകളും വിശകലനം ചെയ്ത് BBC ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. US താവളങ്ങളിലെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ, റഡാറുകൾ എന്നിവയ്ക്ക് വൻ നാശനഷ്ടം വന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ എപിക് ഫ്യൂറി ആരംഭിച്ചതിനു ശേഷം ഇറാനിലെ 13,000-ലധികം ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായി അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ സൈന്യം ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടുവെന്നും വൈറ്റ് ഹൌസ് അവകാശപ്പെട്ടിരുന്നു. ഗൾഫിലെ 8 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചത്. ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾ ഇനി സുരക്ഷിതമല്ല എന്ന് ചൊവ്വാഴ്ച ഇറാൻ പരമാധികാരി മൊജ്തബ ഖമനേയി പ്രസ്താവനയിൽ അവകാശപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.